ഗൈസ്, അങ്ങനെ ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെ ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ആകുന്നു. 5 വിക്കറ്റിനുള്ള ഒരു വിജയമാണ്. 2 ബോളുകൾ അവശേഷിക്കുന്ന സമയത്താണ് ഈ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും എല്ലാവരും ഒരു ഭയത്തോടു കൂടിയാണ് ഈ ഒരു മത്സരത്തെ നോക്കി കണ്ടിരുന്നത്. കാരണം ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ 4ലും ഒക്കെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ഇനി ഫൈനലിൽ എങ്ങാനും പാകിസ്ഥാൻ പണി തരുമോ എന്ന് പറയുന്നൊരു ഭീതി ഉണ്ടായിരുന്നു. എന്നാണെങ്കിലും ഫൈനലിൻ്റെ എല്ലാ വാശിയും ടെൻഷനും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതെന്ന് സംശയം പറയാനായിട്ട് സാധിക്കും. ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട രീതിയിലുള്ളൊരു തുടക്കം തന്നെയാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഇപ്പം ആദ്യത്തെ ഓവറുകളിലൊക്കെ കുറച്ച് കരുതലോടെ കളിച്ചു എന്ന കൃത്യമായിട്ടുള്ള ഇടവേളകൾ ഇപ്പം മിക്ക ഓവറുകളിലും ബൗണ്ടറീസും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ആദ്യത്തെ 6 ഓവർ പിന്നിടുന്ന സമയത്ത് 45 റൺസ് വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ നേടാനൊക്കെ സാധിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഫൈനൽ മത്സരമാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഒരു ആദ്യത്തെ 6 ഓവറിൽ 45 റൺസും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫർഹാനാണ് കുറച്ചും കൂടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് കൂടുതൽ റൺസ് നേടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു ഹാർഡ് ഹിറ്റിങ്ങിലേക്കൊക്കെ പോകാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഫർഹാൻ പോയത്. പിന്നെ ഫക്കർ സമാനും ഒരു അവസരത്തിൽ കളിച്ചു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും 6 മുതൽ 10 ഓവർ വരെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ചെണ്ടമേളം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അടി വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ത്യൻ ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ബാറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ ആക്രമിച്ച് തന്നെ കളിച്ചു എന്നുള്ളതാണ്. ചക്രവർത്തിയുടെ ഓവറിൽ ഫർഹാൻ ഔട്ടായി പോകുന്നത്. ശേഷം എത്തിയത് സൈം അയൂബാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പാകിസ്ഥാൻ ആരാധകരുടെ ഇടയിൽ. അദ്ദേഹം കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. 11 ബോളിൽ 14 റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ഔട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. 113-നാണ് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നത്. അതിനുശേഷം 114-ന് ഹാരിസ് ഡക്കായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ തുടരെ വിക്കറ്റുകൾ ഇപ്പം ഫക്കർ സമാൻ ഔട്ടായി പോയി. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തുരുതുര വിക്കറ്റുകൾ പോകുന്ന ഒരു കാഴ്ചയാണ്. ഓരോ ഓവറിൽ അറ്റ്ലീസ്റ്റ് ഒരു വിക്കറ്റെങ്കിലും പോകുന്ന, പാകിസ്ഥാന് താളം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം എന്നുള്ള നിലയിൽ തന്നെയാണ് കളി പോയത്. ഓപ്പണേഴ്സ് ആയിട്ടുള്ള ഫക്കർ സമാനും ഫർഹാനും മാത്രമാണ് കുറച്ചെങ്കിലും ഈ ഒരു മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. 57 റൺസ് ഫർഹാൻ എടുക്കാനും ഫക്കർ സമാന് 46 റൺസ് എടുക്കാനും സാധിച്ചു. പിന്നീട് ഈ പറഞ്ഞൊരു തകർച്ചയാണ്. ഇപ്പം 113-1 എന്ന് പറയുന്ന നിലയിൽ നിന്ന് പിന്നീട് ഒരു ഘട്ടത്തിൽ 134-8 എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. 146-ന് ഓൾ ഔട്ടായി പോകുന്നൊരു സാഹചര്യത്തിലേക്കും വന്നു എന്നുള്ളതാണ്. കുൽദീപ് യാദവ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഓവർ ചെയ്യാൻ വന്നിട്ട് അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 3 വിക്കറ്റുകളും ആ ഒരു ഓവറിൽ നേടിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് 20 ഓവർ പോലും പൂർത്തീകരിക്കാൻ സാധിക്കാതെയാണ് ഈ ഒരു 146-ന് ഓൾ ഔട്ട് ആകേണ്ടി വന്നത്. വളരെ മികച്ചൊരു തുടക്കം 2 ഓപ്പണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടും പിന്നീട് ഒരു ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ ബോളേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം ഹർദിക് പാണ്ഡ്യ കളിച്ചിട്ടില്ല, പരിക്കിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ആ ഒരു റോളിലേക്ക് വരുന്നത് റിങ്കു സിംഗ് ആണ്. അപ്പോൾ ഒരു ബോളറെ നഷ്ടമാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ശിവൻ ദൂബെയാണ് ആദ്യത്തെ ഓവറൊക്കെ എറിയാനായിട്ട് എത്തിയത്. അപ്പോൾ ബോളിംഗ് ഓപ്ഷൻസ് കുറഞ്ഞിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഒരു ഓവർ തിലക് വർമ്മ എറിഞ്ഞിരുന്നു. അപ്പം തിലക് വർമ്മ ഒഴിച്ചു ബാക്കി എല്ലാ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും എക്കോണമി റേറ്റ് 7 അതിൽ താഴെയൊക്കെ ആയിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കുൽദീപിന് 4 വിക്കറ്റുകൾ നേടാൻ സാധിച്ചു. അതുപോലെ വരുൺ ചക്രവർത്തിയും ബുംറയും അക്ഷർ പട്ടേലും ഒക്കെ 2 വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അഭിഷേക് ശർമ്മ എപ്പോഴും നമ്മളൊരു പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നൊരു താരമാണ്. കാരണം എല്ലാ മത്സരത്തിലും അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുകയും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അഭിഷേക് ശർമ്മ പ്രതീക്ഷകളൊക്കെ കടത്തി വെട്ടിക്കൊണ്ടുള്ള പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. 6 ബോളിൽ 5 റൺസ് എടുത്ത് അദ്ദേഹം രണ്ടാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് നഷ്ടമായി. അതിനുശേഷം സൂര്യകുമാർ യാദവാണ് വന്നത്. സൂര്യകുമാർ യാദവും ഈ ഒരു മത്സരത്തിലെങ്കിലും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം മോശമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഈ ഒരു മത്സരത്തിലും അദ്ദേഹം വെറും 1 റൺസ് എടുത്ത് മാത്രം 5 ബോളിൽ നിന്ന് ഔട്ടാകുകയാണ്. അതിനുശേഷം ഗില്ലും ഔട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. 12 റൺസ് എടുത്തിട്ടാണ് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് അടിച്ചിട്ടാണ് ഈ 3 താരങ്ങളും ഔട്ടായി പോകുന്നത് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പം തിലക് വർമ്മയും സഞ്ജു സാംസണും വരുന്നത്. അവർ 2 പേരും കൂടി ഒരു അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. അത് ഈ ഒരു മത്സരത്തിൽ ടേണിംഗ് പോയിന്റ് ആണ്. കാരണം 20-3 എന്ന് പറയുന്ന നിലയിൽ നിന്ന് 77-നാണ്
സഞ്ജു സാംസൺ ഔട്ടാകുന്നത് 77 റൺസ് ഇന്ത്യ എടുത്ത് നിൽക്കുന്ന സമയത്താണ്. അവിടെ നിന്നൊരു 57 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് ഇവർ രണ്ടുപേർക്കും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം സഞ്ജു സാംസൺ മത്സരത്തിൽ 21 ബോളിൽ 24 റൺസാണ് നേടിയെടുത്തത്. അവർ പിടിച്ച് നിന്ന് കളിക്കുക, വിക്കറ്റ്സ് പോകാതെ കളിക്കുക, കൃത്യമായ ഇടവേളയിൽ ബൗണ്ടറികളോ സിക്സോ ഒക്കെ അടിച്ച് ആ രീതിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും അതുപോലെ തന്നെ കൃത്യമായ ഇടവേളയിൽ ബൗണ്ടറി നേടിയൊക്കെ ആ ഒരു രീതിയിലാണ് പോയത്. അപ്പം അതിനുശേഷം വന്നിട്ടുള്ള ശിവൻ ദൂബെ ആണെങ്കിലും ഈ തരത്തിലുള്ള ഒരു റോള് തന്നെയാണ് കാഴ്ചവെച്ചത്. ഇപ്പം ശിവൻ ദൂബെ ആണെങ്കിലും 22 ബോളിൽ 33 റൺസ് എടുത്തു. 19ാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോളിലാണ് അദ്ദേഹം നഷ്ടമായത്, അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് നഷ്ടമായത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം 6 ബോൾ 10 റൺസാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് റിങ്കു സിംഗ് ഇറങ്ങുന്നത്. എന്നാൽ തിലക് വർമ്മ ആദ്യത്തെ 2 ബോളിൽ നിന്ന് തന്നെ 8 റൺസ് നേടിയെടുക്കുന്നൊക്കെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ കളിയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഒരു സിക്സറും ഒരു ഡബിളും ഒക്കെ ഓടി എടുത്തുകൊണ്ട് തന്നെ പിന്നെ റിങ്കു സിംഗിന് വേണ്ടിയിരുന്നത് ആ ഒരു അവസാനത്തെ റൺസ് എടുക്കുക എന്ന് പറയുന്നൊരു ദൗത്യമാണ്. ഓർക്കുക, ഏഷ്യ കപ്പിൽ ഇന്ന് ആദ്യമായിട്ടാണ് റിങ്കു സിംഗ് ബാറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്, ആദ്യമായിട്ടാണ് ഒരു മത്സരം കളിക്കാനായിട്ട് എത്തുന്നത്. അത് ഈ ഒരു ഏഷ്യ കപ്പിൽ ഇന്ത്യ വിജയിക്കുന്ന ആ റൺസ് നേടിയെടുക്കുക എന്ന് പറയുന്നൊരു ദൗത്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ തിലക് വർമ്മയുടെ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ക്രൂഷ്യലായത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. 53 പന്തിൽ 69 റൺസ് എന്ന് പറയുന്നൊരു സെൻസിബിൾ ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആണ്. കാരണം വലിയൊരു ടോട്ടലല്ല. അപ്പം അടിച്ച് കളിക്കുകയല്ല വേണ്ടത്. അവിടെ ആദ്യം സഞ്ജു സാംസണുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് ശിവൻ ദൂബെയായിട്ടുള്ള പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയും മത്സരം അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന് നിന്ന് കളിക്കാനും ഫിനിഷ് ചെയ്യാനും ഒക്കെ സാധിച്ചു എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യക്ക് ഏഷ്യ കപ്പ് ഒരിക്കൽ കൂടി സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പിൻ്റെ ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അത് ഇന്ത്യ തന്നെ നേടിയെടുക്കുന്നു. ഔഫിൻ്റെ കുറ്റി തെറിപ്പിച്ചപ്പോൾ ബുംറയുടെ ആ ഒരു സെലിബ്രേഷൻ അതും ഈ ഒരു മത്സരത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടറായിട്ട് മാറി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയോ.